ചെമ്മീൻ ബിരിയാണി വെക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് ചെമ്മീനാണ്. വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. എണ്ണ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. നമുക്ക് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പം അരി ഏകദേശം ആയിട്ടുണ്ട്. വെള്ളം മേളിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവാം. ഈ റൈസിനെ അതിലോട്ട് ഇടുകയാണ്. നമുക്ക് കുറച്ച് നമ്മുടെ സവോളയുടെ ഇതിടാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ത്രിനിക മറിയ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ചെമ്മീൻ ബിരിയാണിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഇത് എൻ്റെ റെസിപ്പി അല്ല, ഞാനൊരു ഷെഫിൻ്റെ റെസിപ്പി കണ്ടിട്ട് അത് എൻ്റെതായ രീതിയിലൊന്ന് ട്രൈ ചെയ്തതാണ് കേട്ടോ. എനിക്ക് ചെയ്തപ്പോൾ അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. കാരണം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു കൊഞ്ച് ബിരിയാണി വെക്കുന്നത്. അപ്പം എനിക്ക് അറിയത്തുമില്ല അതിൻ്റെ രീതികൾ. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. കണ്ടപ്പോൾ ടേസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നമുക്ക് കൊഞ്ചിൻ്റെ രുചി അത് വേറിട്ട് നിൽക്കുന്ന ടൈപ്പാണ് കേട്ടോ. ഞാനിത് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ചെയ്യുന്നത്. അതായത് ഫുള്ള് കണ്ടാൽ മാത്രമേ നിങ്ങൾക്ക് ഇത് കറക്റ്റായിട്ട് ആ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. കാരണം A to Z കാര്യം ഞാൻ അതിനകത്ത് പറയുന്നുമുണ്ട്, അതേപോലെ തന്നെ ചെയ്യുന്നത് ഞാൻ കാണിക്കുന്നുമുണ്ട്. അപ്പം നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെതായ കറക്റ്റ് ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾ കൊഞ്ച് ബിരിയാണി ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ തന്നെ കണ്ട് ചെയ്യാൻ നോക്കുക. അപ്പോഴേ ഇതിൻ്റെ ടേസ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട കേട്ടോ. പിന്നെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ ടേസ്റ്റും കൂടെ നിങ്ങൾ കമൻറ്റ് അറിയിക്കണം കേട്ടോ. പിന്നെ ഈ ബിരിയാണി വെച്ചതിന് ശേഷം ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞെടുക്കുകയാണെങ്കിൽ ഇത്തിരി കൂടെ ടേസ്റ്റ് കൂടുതലായിരിക്കുമേ. വെച്ചിരുന്ന് കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂടുതൽ. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ചെമ്മീൻ ബിരിയാണി വെക്കാൻ ആദ്യം നമുക്ക് വേണ്ടത് ചെമ്മീനാണ്. 500 ഗ്രാം ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഇത് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. മാഗ്നേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഗരം മസാലയും ഉപ്പുമാണ്. അപ്പോൾ നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം. നിങ്ങൾ എടുക്കുന്ന ചെമ്മീൻ അളവിന് അനുസരിച്ച് നമ്മൾ മുളക് പൊടി ചേർക്കാനായിട്ടൊക്കെ ശ്രദ്ധിക്കുക. ഞാൻ ചേർക്കുന്നത് ഇവിടെ കാശ്മീരി ചില്ലിയാണേ. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ടേബിൾ സ്പൂൺ അല്ല, അതുകൊണ്ടാണ് ഞാൻ 1/2 എടുത്തത്. പിന്നെ കുറച്ച് ഗരം മസാല ഓപ്ഷണലാണ്. ഞാൻ ജസ്റ്റ് ഇത്തിരി ഒരു ടേസ്റ്റ് ഇത്തിരി കൂടി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഗരം മസാല ഇടുന്നത്. ഇടണമെന്നൊന്നുമില്ല, നിർബന്ധമൊന്നുമില്ല. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഉപ്പും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത്. ഞാൻ കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ കാശ്മീരി ചില്ലി തന്നെ ഉപയോഗിച്ചാൽ അത്രയും നല്ലതാണ്. നോർമൽ മുളക് പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. നോർമൽ മുളക് പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മൾ ഇതിൻ്റെ പകുതിയോളം ചേർത്താൽ മതി. കാരണം എരിവായിരിക്കും. ഇതാകുമ്പോൾ കളറല്ലേ കാണത്തുള്ളൂ. കാശ്മീരി ആകുമ്പോൾ നമ്മൾ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാവേ. ചെമ്മീനകത്ത് തന്നെ ഓൾറെഡി വെള്ളം കാണും. അപ്പോൾ നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട കാര്യമൊന്നുമില്ല. ഇത് തന്നെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. എല്ലായിടത്തും കിട്ടുന്ന രീതിയിൽ നല്ല രീതിയിൽ തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. എന്നിട്ട് ഇതൊരു അരമണിക്കൂർ നമ്മൾ മാഗ്നേറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കണേ. പിന്നെ ക്വാണ്ടിറ്റി എല്ലാം നിങ്ങളുടെ കണക്കാണ്. ഞാനിവിടെ ഞങ്ങൾ 5 പേരുണ്ട്. അപ്പം 5 പേർക്ക് വേണ്ടിയിട്ടാണ് ഈ ബിരിയാണി വെക്കുന്നത്. അപ്പം അതിനും അനുസരിച്ച് ഞാൻ ഓരോന്നും എടുക്കുന്നുള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ ഉപ്പും മുളകും ഒക്കെ ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റാണ്. അപ്പം അത് കണക്ക് നമ്മൾ ചേർക്കുക. എരിവ് കൂടുതൽ കഴിക്കുന്നവരാണെങ്കിൽ ഇത്തിരി കൂടുതൽ മുളക് പൊടി ചേർത്താലൊന്നും കുഴപ്പമൊന്നുമില്ല. ഞങ്ങളുടെ ഇവിടെ അങ്ങനെ എരിവ് ആരും കൂടുതലൊന്നും കഴിക്കുന്നവരല്ല. പിന്നെ ഉപ്പും എല്ലാവരും കുറച്ച് ഉപയോഗിക്കാറുള്ളൂ. അതുകൊണ്ട് ഉപ്പൊക്കെ ഞങ്ങൾ കുറച്ചേ ഇടത്തുള്ളൂ. നിങ്ങൾക്കൊക്കെ ആവശ്യത്തിനുള്ള കണക്ക് നിങ്ങൾ ചേർക്കുക. അപ്പം ഞാൻ ഇവിടെ നല്ല രീതിയിൽ തന്നെ ഇത് മാഗ്നേറ്റ് ചെയ്തിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അരമണിക്കൂർ വരെ ഇതൊന്ന് വെയിറ്റ് ചെയ്യാം, റെസ്റ്റ് എടുക്കട്ടെ. പിന്നീട് നമുക്ക് വേണ്ടത് സവോളയാണ്. ഇതിന് 3 സവോള സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. പിന്നീട് വേണ്ടത് തക്കാളിയാണ്. 3 തക്കാളി സ്ലൈസ്ഡായിട്ട് അരിഞ്ഞത്. പിന്നീട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് വേണ്ടത്. ഞാൻ 1 ഇഞ്ച് ഇഞ്ചിയും 6-7
വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയുടെ അല്ലി ഇത് നല്ലപോലെ നമുക്ക് ക്രഷ് ചെയ്തെടുക്കണം. ഇതിൻ്റെ കൂടെ നമുക്ക് പച്ചമുളക് ചേർക്കണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർക്കാം. ഇവിടെ പച്ചമുളകിന് നല്ല എരിവായതുകൊണ്ട് ആരും കൂട്ടത്തില്ല. എരിവ് കൂട്ടാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ചേർക്കണമെങ്കിൽ പച്ചമുളകും കൂടെ ചേർക്കാം. പിന്നീട് നമുക്ക് സ്പൈസസ് ആണ് വേണ്ടത്. തക്കോലം, ജാതിപ്പത്തിരി, ഗ്രാമ്പു, പട്ട, ഏല ഇതെല്ലാം കൂടിയിട്ടാണ് വേണ്ടത്. ഇത് ഇത്രയും ക്വാണ്ടിറ്റി എടുത്തത് കുറച്ച് നമുക്ക് അരി വേവിക്കാനും കുറച്ച് മസാല തയ്യാറാക്കാനും വേണ്ടി വരും. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഗ്യാസ് കത്തിച്ചിട്ട് പാൻ അടുപ്പത്ത് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്ക് റിഫൈൻഡ് ഓയിൽ ചേർക്കാം. അതായത് സൺഫ്ലവർ ഓയിലും എല്ലാം ചേർക്കാം. എന്നിട്ട് നമ്മുടെ സവോള നമുക്ക് നല്ല രീതിയിലൊന്ന് ബ്രൗൺ കളർ ആവുന്നവരെ ആക്കിയെടുക്കണം. അപ്പം നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഓയിൽ ചേർക്കാം. ഞാൻ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് സവോളയാണ് ചേർക്കേണ്ടത്. സവോള ചേർക്കാം. നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇച്ചിരി ഉപ്പും കൂടെ നമുക്ക് ചേർക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഇതായി കിട്ടും. കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളേ. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ കുറച്ചും കൂടെ ഓയിൽ ചേർക്കുകയാണ്. ഞാനിത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഇത് എങ്ങനെ ഇരിക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. എന്തായാലും ഞാൻ ഫൈനലിൽ ഇതിൻ്റെ ടേസ്റ്റ് എന്തായാലും പറയുന്നതായിരിക്കും. അമ്മ ചെയ്തിട്ടുണ്ട്, അപ്പോൾ കഴിച്ചിട്ടൊക്കെ ഉണ്ട്. അത് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. എനിക്ക് ബിരിയാണി എന്താണെന്ന് അറിയത്തില്ല. എനിക്ക് വലിയ വശമൊന്നുമില്ല. ഒന്നാമത്തെ അരി വേവിക്കുന്നത്. അരി ഞാൻ വേവിക്കാൻ ഇടുമ്പോൾ ഒന്നെങ്കിൽ ബ്ലം ബ്ലം പോലെ ഇരിക്കും, അല്ലെങ്കിൽ വെള്ളം കുറവായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റും. അതുകൊണ്ട് എനിക്ക് അരി ഊറ്റിയെടുക്കുന്നതാണ് എനിക്ക് എളുപ്പം. ഓരോരുത്തർക്കും ഓരോരോ രീതിയാണല്ലോ. എനിക്ക് അതാണ് എളുപ്പം. എനിക്ക് വെള്ളത്തിനൊത്ത് അരിക്കൊത്ത് വെള്ളം ഇടുന്നത് എനിക്ക് പറ്റുന്ന പണിയല്ല. എന്നാലും ഞാൻ അത് മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കാറൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് കുക്ക് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യം കൂടാണ്. ബിരിയാണി വലിയ വശമില്ലെങ്കിലും ബാക്കിയുള്ളതൊക്കെ ഭയങ്കര വശമാണ്. ഈ നാടൻ ഫുഡൊന്നും എനിക്ക് വഴങ്ങത്തില്ല കേട്ടോ. നാടൻ ഫുഡ് ചെയ്ത് അപ്പം ഫ്ലോപ്പാവും. അതേസമയം അറേബ്യനോ അല്ലെങ്കിൽ ചൈനീസ് പോലത്തുള്ള ഐറ്റംസോ അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് നല്ല വശമാണ്. നമ്മുടെ പാൻ കേക്ക്, നൂഡിൽസ്, ഫ്രൈഡ് റൈസ് അങ്ങനത്തുള്ള ഐറ്റംസൊക്കെ ഞാൻ ചെയ്യുമ്പോൾ, പിന്നെ നമ്മുടെ ബട്ടർ ചിക്കൻ, അറബിക് ക്രീമി ചിക്കൻ, ഇതൊക്കെ ഞാൻ നല്ലപോലെ ചെയ്യും കേട്ടോ. അതൊക്കെ എനിക്ക് ഭയങ്കര വശമാണ്. പിന്നെ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ശീലവും കൂടെ പാട്ട് പാടും. എനിക്ക് പാട്ട് വന്നു പോകുന്നതാണ്. ഇപ്പോഴും പാട്ടൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പം നമുക്കിത് ഗോൾഡൻ കളർ ആവുന്നവരെ വെയിറ്റ് ചെയ്യാം. അപ്പം ഇത് പരുവായിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതേപോലെ നല്ല ബ്രൗൺ കളറിൽ എത്തിയിരിക്കണം കേട്ടോ. എന്നിട്ട് വേണം നമ്മൾ പാത്രത്തിലോട്ട് മാറ്റാൻ. ഇനി നമുക്ക് ഈ എണ്ണയിൽ തന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടെ ഇട്ട് കൊടുക്കാം. ആദ്യം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഒന്ന് ബ്രൗൺ കളർ ആവുന്നവരൊന്നും ഇളക്കണേ. ഇത് സാധാ അണ്ടിപ്പരിപ്പല്ല, രണ്ടെണ്ണം കൂടെ ഒരുമിച്ച് ഒടിക്കുന്ന അണ്ടിപ്പരിപ്പാണേ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാത്രം ചേർത്തത്. ഇനി ഇതിലേക്ക് നമുക്ക് മുന്തിരി ചേർക്കാം. മുന്തിരി ഒന്ന് ബബിളായി വരണം, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇച്ചിരി കൂടെ നമുക്ക് മുന്തിരി ഇടാം. പിന്നെ മുന്തിരി ഇട്ടിട്ടുണ്ട്.
ഞാൻ ഇത് തീ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ ചെയ്യണേ, അല്ലെ കരിഞ്ഞു പോകും. ഓക്കെ, അപ്പം ഇതായിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. തീ നിർത്തിയിടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ എണ്ണ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെക്കണം. ഇനി നമുക്ക് നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ളത് ചെയ്യാം. അതിന് നമ്മൾ നേരത്തെ ചെയ്തു വെച്ച ആ ഒരു എണ്ണയില്ലേ, സവോളയൊക്കെ ഇത് ചെയ്ത എണ്ണയിൽ കുറച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് കുറച്ച് നെയ്യാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. എണ്ണ ഓൾറെഡി ചൂടാണ്, അപ്പം നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നതേ ഉള്ളൂ. നെയ്യ് എടുക്കാം. നെയ്യ് ഒരു ടേബിൾ സ്പൂണോളം ചേർത്താൽ മതിയാവും. ഞാൻ നെയ്യും കൂടെ ചേർക്കുന്നുണ്ടേ. 1 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർക്കുന്നുണ്ടേ. നെയ്യ് ചേർത്തതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് ആണ് ചേർക്കേണ്ടത്. നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ ഓരോന്നിൻ്റെ പകുതി സ്പൈസസ് നമുക്ക് എടുത്താൽ മതിയേ. ഞാൻ ഇത്രയും സ്പൈസസ് ആണ് ചേർക്കുന്നത്. നമ്മൾ സ്പൈസസ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് ആണ് ചേർക്കേണ്ടത്, നമ്മൾ നേരത്തെ അരച്ചു വെച്ചത്. ഇതിൻ്റെ കൂടെ പച്ചമുളക് അരയ്ക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാൻ പച്ചമുളക് ഇട്ടിട്ടില്ല, എരിവ് ഇവിടെ ആരും കൂട്ടാത്തതുകൊണ്ടാണ് ഞാൻ പച്ചമുളക് ചേർക്കാത്തത്. നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് നേരം മിക്സ് ചെയ്താൽ മതി. ആ ഒരു പച്ചമണം മാറുന്നവരെ മാത്രം ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരു 10-15 സെക്കൻഡ്, അത്രേൻ്റെ ആവശ്യമുള്ളൂ. ഞാൻ തീ ലോ ഫ്ലെയിമിൽ ഇട്ടാണ് ഇപ്പം ഇതെല്ലാം ചെയ്യുന്നത്. നിങ്ങൾ അങ്ങനെ തന്നെ ഇടാനായിട്ട് ശ്രദ്ധിക്കണേ. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളിയാണ് ഇട്ട് കൊടുക്കേണ്ടത്. സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളി ഇതും കൂടെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് അപ്പുറത്ത് അടുപ്പി കുറച്ച് വെള്ളം ചൂടാക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ഇതാവുന്ന സമയം കൊണ്ട് വെള്ളം ഇത്തിരി തിളച്ച് കിട്ടട്ടെ. നമ്മുടെ തക്കാളി വെന്തുടഞ്ഞിട്ടുണ്ട്. ഉടഞ്ഞതോ വെള്ളം മേളിലോട്ട് വരുന്ന പരുവമൊക്കെ ആയിട്ടുണ്ട്. ഇനി ഇത്തിരി കൂടി ഇതൊന്ന് വേവണം. നമ്മൾ ഇതേപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുമ്പോൾ നല്ലപോലെ വെന്ത് കിട്ടും. വെള്ളം മേളിലോട്ട് വരും, കൂടെ എണ്ണയും മേളിലോട്ട് വരും. ആ പരുവാവുന്ന വരെ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്ത് ഇത് എടുക്കണം. ഞാൻ അടുത്തതാ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. വെള്ളം തിളച്ച് വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് വെള്ളം തിളച്ച് കിട്ടാവുന്നതേ ഉള്ളൂ. നമ്മൾ എടുക്കുന്ന മസാലയ്ക്ക് അനുസരിച്ച് വെള്ളം നമുക്ക് ആവശ്യമായിട്ടുണ്ട്. ഇത് ഞാൻ കുറച്ച് വെള്ളം, എനിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഞാൻ തിളപ്പിക്കുന്നുണ്ട്. നമുക്ക് എണ്ണ മേളിലോട്ട് പൊങ്ങുന്നവരുന്ന് ഇത്തിരി വെയിറ്റ് ചെയ്യാം. എണ്ണ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മസാലകളൊക്കെ ചേർക്കാം. തീ ലോ ഫ്ലെയിമിലോട്ടാക്കാം. തീ ലോ ഫ്ലെയിമിലോട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ടാണ് ഇത്രയും വരെ ചെയ്തത്. നമുക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും ചേർക്കാം. ഇച്ചിരി മുളക് പൊടിയും കൂടെ ഞാൻ അഡീഷണൽ ചേർക്കുന്നുണ്ടേ. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്ക് മിക്സ് ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ നേരത്തെ ചെയ്തു വെച്ച സവോളയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുവാണേ. കുറച്ച് നമ്മൾ മാറ്റണം, ഗാർണിഷ് ചെയ്യാനും പിന്നെ നമുക്ക് അരി വേവിക്കുമ്പോൾ ഇടാനും കൂടിയിട്ടാണ്. നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. ഞാൻ ആവശ്യത്തിനുള്ള ചൂടുവെള്ളം കൂടെ ഒന്ന് ചേർക്കുന്നുണ്ട്. ഞാൻ ഒന്ന് നല്ല രീതിയിലൊന്ന് വെന്ത് വരട്ടെ. നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർക്കാം. നമ്മൾ ഈ മസാലയ്ക്ക് നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. നമുക്ക് ഓരോരുത്തർക്ക് എത്രത്തോളം ഉപ്പ് ആവശ്യമുണ്ടോ അത്രത്തോളം ചേർത്താൽ മതി. ഞങ്ങൾ കുറച്ചുപ്പേ ഉപയോഗിക്കാറുള്ളൂ, കുറച്ചുപ്പേ ചേർക്കുന്നുള്ളേ. ഇതൊന്ന് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യാം.
അപ്പം ഇത് ഏകദേശം തിളച്ചൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലോട്ട് ആക്കിയിട്ടുണ്ട് തിളച്ചുകൊണ്ട്. ഇനി നമുക്കിത് മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് അരി വേവിക്കാവേ. ജീരകശാല റൈസാണ് കേട്ടോ ഞാൻ എടുക്കുന്നത്. നമുക്ക് അരി വേവിക്കുന്നതിലോട്ട് പോകാം. ഇത് ഞാൻ മാറ്റി വെക്കുകയാണ് കേട്ടോ, കുറച്ച് നേരം തണുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തിരി മാറ്റുന്നത്. ഇനി നമുക്ക് അരി വേവിക്കാം. അതിന് ഗ്യാസ് കത്തിച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റിയ ബാക്കി എണ്ണയില്ലേ, ആ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അത് ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിയതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെള്ളം വറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ചേർത്ത് കൊടുക്കാം. വെള്ളം ഉണ്ടായിരുന്നു കേട്ടോ, ഞാൻ അറിഞ്ഞില്ല, സാരമില്ല. നമുക്കിനി ഇതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം. 1 സ്പൂണോളം നെയ്യ് ചേർത്തിട്ടുണ്ടേ. ഇനി നമുക്ക് നമ്മളുടെ അരിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. വെള്ളം ചേർക്കണം. നമ്മൾ എത്രത്തോളം അരി എടുക്കുന്നോ അതിൻ്റെ ഇരട്ടി വെള്ളമാണ് കേട്ടോ നമ്മൾ ചേർക്കേണ്ടത്. ഞാൻ ഇവിടെ ഇരട്ടി വെള്ളം ചേർക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് നമ്മുടെ സ്പൈസസ് ആണ് കേട്ടോ ചേർക്കുന്നത്. സ്പൈസസ് ഒന്ന് ചേർത്ത് കൊടുക്കുകയാണേ. ഞാൻ നേരത്തെ എടുത്തതിൻ്റെ ബാലൻസ് ഉള്ള സ്പൈസസ് എല്ലാം ഇതിനകത്ത് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇനി നമുക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ളതിൽ കുറച്ച് സവോളയും കൂടെ എടുത്തിടാം. ഇത്രയും സവോള ഞാൻ ഇടുന്നുണ്ടേ. ഇനി അത് തിളക്കട്ടെ. ഇനി അതിലേക്ക് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കുറച്ച് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാവേ. ഉപ്പ് ഞാൻ കുറച്ചേ ചേർക്കുന്നുള്ളേ. കുറച്ച് ഉപ്പും പിന്നെ നാരങ്ങയാണ് എടുക്കുക. നാരങ്ങയുടെ നീര് വേണേ. നമുക്ക് നാരങ്ങ നീരും കൂടെ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീരടിച്ച് ചേർത്താൽ മതി കേട്ടോ. ഒരു ടേബിൾ സ്പൂണോളം ആയിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ, അതുവരെ വെയിറ്റ് ചെയ്യാം. നമുക്ക് ഇതിലേക്ക് തന്നെ ഇനി കൊഞ്ചും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ മാഗ്നേറ്റ് ചെയ്ത കൊഞ്ച് ഇതിനകത്തോട്ടിടുന്നുണ്ടേ. കൊഞ്ചിട്ടിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. കൊഞ്ചിനകത്ത് മസാലയെല്ലാം പിടിച്ചിരിക്കട്ടെ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. നമുക്ക് ഒരു 5 മിനിറ്റത്തേന് ഇതിങ്ങനെ വെച്ചിരിക്കാം. കുറച്ച് വെള്ളം ചേർക്കണമെങ്കിൽ വെള്ളം ചേർക്കാം, ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട. ഞാൻ ഇവിടെ ഒരു കുറച്ച് ഇത്തിരി ചൂടുവെള്ളം ചേർക്കുന്നുണ്ടേ. കുറച്ചേ ചേർത്തുള്ളൂ. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതൊന്ന് മസാലയൊക്കെ പിടിക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ആ സമയം കൊണ്ട് നമ്മുടെ അരി അവിടെ തിളച്ചിട്ടുണ്ടായിരിക്കുമേ. അരിയുടെ കാര്യം നോക്കാം. അരി ഇവിടെ തിളച്ചിട്ടുണ്ട്. സോറി, അരിക്കുള്ള വെള്ളമാണ്. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പം ഇതിലേക്ക് നമുക്കിനി അരി ചേർത്ത് കൊടുക്കാം. അരി ചേർക്കുവാണേ. അരി ഒന്ന് ഞാൻ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടെ. ഓക്കെ, നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെക്കാം. അത്തേക്ക് അതൊന്ന് വെന്ത് കിട്ടിക്കോളും. നമ്മുടെ ഇത് ആയിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇത് വെച്ചിട്ടുള്ളത്. അരി വേവുന്ന സമയം കൊണ്ട് കൊഞ്ചിനകത്ത് മസാലയെല്ലാം നല്ല രീതിയിൽ പിടിച്ചിട്ടുണ്ടാവുമേ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് വെച്ചിരിക്കാം. ഇത് എന്നിട്ട് നമുക്കൊന്ന് അടച്ചു മാറ്റി വെക്കാവേ. കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് കൊഞ്ചിന്റെ ഫ്ലെയിം ഓഫ് ചെയ്തിടാം. ആ കൊഞ്ചൊന്ന് അടച്ചു വെക്കാവേ. അതുവരെ ഒന്ന് മസാലയെല്ലാം പിടിച്ചിരിക്കട്ടെ കൊഞ്ചിനകത്ത്. അപ്പം അരി ഏകദേശം ആയിട്ടുണ്ട്. ഞാൻ ഇപ്പൊ തുറന്ന് നോക്കിയതാണേ.
ഈ ഇച്ചിരി വെള്ളത്തിന്റെ അംശം അരിയിൽ കാണുന്നു കേട്ടോ. അപ്പോഴേ നമ്മൾ ദമ്മിടുമ്പം കറക്റ്റായിട്ടൊന്ന് വെന്ത് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ചെറിയൊരു അംശം വെള്ളത്തിൻ്റെത് ഇരിക്കണം. അതെ, ഇതാണ് അരിയുടെ പരുവം. അപ്പം അരി വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ദമ്മിന്റെ പരിപാടിയിലോട്ട് നമുക്ക് കിടക്കാം. ഞാൻ അരി മാറ്റുകയാണേ. ഞാൻ ഈ പാത്രത്തിലാണ് കേട്ടോ ദമ്മിടുന്നത്. നമ്മൾ നേരത്തെ ചെയ്തു വെച്ച മസാല ഇതിലോട്ട് ഞാൻ തട്ടയാണേ. അതിനുശേഷം ദമ്മിടാനായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. പാനൊന്ന് ചൂടാവട്ടെ. ചൂടായതിനു ശേഷം നമുക്ക് നമ്മുടെ മസാല ചേർക്കാം. ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ നേരത്തെ വെള്ളം ഒന്ന് വറ്റട്ടെ കേട്ടോ. തീയൊന്ന് ഞാൻ കുറച്ച് വെക്കുന്നുണ്ടേ. ദമ്മിടുന്നത് നമ്മുടെ ചെറിയ ബർണറിലാണ് കേട്ടോ. നമ്മൾ ചെറിയ ബർണറിൽ വേണം ദമ്മിടാൻ. ചെറിയ ബർണറിൽ ചെറിയ തീ വെച്ച് വേണം ദമ്മിടാനായിട്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് നമ്മുടെ ഇത് ചേർക്കണം കേട്ടോ. പാൻ ചൂടായതിനു ശേഷം മസാലയെല്ലാം ആഡ് ചെയ്യണേ. ഓക്കെ, മസാലകളെല്ലാം ഞാൻ അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുകയാണ്. വലിയ പാത്രമായിട്ടാണ് കേട്ടോ ഇതിങ്ങനെ ഇരിക്കുന്നത്. നമുക്കൊന്ന് സ്പ്രെഡ് ചെയ്യാം. ഒന്ന് കൂടുതലുള്ളിടത്തോട്ടൊക്കെ ഇങ്ങനെ കുറച്ചായിട്ട് ഇങ്ങനെ വെക്കണം. ഇവിടെ അടുത്ത ഏഞ്ചൽ ബാബ നിപ്പുണ്ട് കേട്ടോ. അതാണ് ഈ സൗണ്ടൊക്കെ കേൾക്കുന്നത്, കുഞ്ഞിൻ്റെ. ഞാൻ എല്ലായിടത്തും മസാല കിട്ടുന്ന വരെ ഞാനൊന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കുന്നുണ്ടേ. നമ്മൾ സിമ്മി ഇട്ട് തന്നെ ചെയ്യാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ അടിക്ക് പിടിക്കാനോ കരിയാനോ ഒക്കെ സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് സിമ്മി തന്നെ വെക്കണമെന്ന് പറയുന്നത്. അപ്പം ഞാൻ എല്ലായിടവും സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഞാൻ ഒരു 5 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കുന്നുണ്ടേ. കാരണം നമ്മുടെ ചെമ്മീനൊന്ന് നല്ലപോലെ ഒന്ന് വേവണം. അപ്പൊ ഇത് 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമുക്ക് മാറ്റാം. അതിന്റെ വെള്ളം എല്ലാം മേളിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. മേളിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ മനസ്സിലാവാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് നമ്മുടെ റൈസ് ഇടാം. റൈസ് ഞാൻ ആദ്യം ഇതിലേക്കൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഇതിനകത്ത് ചെമ്മീൻ്റെ ഇതുള്ളതുകൊണ്ട് ഇതിലേക്ക് ആദ്യം കുറച്ചൊന്ന് മിക്സ് ചെയ്യണേ. എന്നിട്ടാണ് കേട്ടോ അതിലോട്ട് റൈസ് ഇടുന്നത്. ഈ റൈസിനെ അതിലോട്ട് ഇടുകയാണ്. ഇനി ഞാൻ കുറച്ച് റൈസ് ഇടുകയാണേ. നമുക്ക് റൈസ് ഇട്ടിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കരുത്. സ്പ്രെഡ് ചെയ്തൊന്ന് കൊടുക്കുകയാണേ. നമ്മൾ പ്രസ് ചെയ്യരുത്, സ്പ്രെഡ് ചെയ്താൽ മതി. ആദ്യം പകുതി റൈസ് ഇടുന്നുള്ളേ. ദമ്മിടുമ്പോൾ ഇതേപോലെ റൗണ്ട് ആയിട്ടുള്ള പാത്രത്തിൽ ദമ്മിടുന്നതാണ് കേട്ടോ നല്ലത്. അതാകുമ്പോൾ എല്ലായിടത്തും ഒരേ അളവിൽ നമുക്ക് ഇത് കിട്ടും, ചൂട് കിട്ടും. അപ്പം എല്ലായിടവും അതിൻ്റെ ഫ്ലേവറും ഇറങ്ങും. ഞാൻ റൈസ് പകുതി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ടയിലിട്ട് നമുക്ക് കുറച്ച് നമ്മുടെ സവോളയുടെ ഇതിടാം. സവോളയുടെ ഇതിടെയാണ് ഞാൻ. എന്നിട്ട് ഞാനെല്ലാം പെട്ടെന്ന് എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എല്ലാം തുറന്ന് വെച്ചിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ മണ്ടയിലോട്ട് നമ്മുടെ അടുത്ത റൈസ് ഇടാം.
ഒക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണേ. മുഴുവൻ റൈസും ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇതിൻ്റെ മണ്ടയിൽ ബാലൻസ് ഉള്ള നമ്മുടെ സവോളയും നമ്മുടെ അണ്ടിപ്പരിപ്പ് മുന്തിരിയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. പിന്നീട് നമ്മൾ പുതിന ഇലയും കൂടെ ചേർക്കുന്നുണ്ടേ. ഇത് ഇറച്ചിയുടെ ഇലയാണ് കേട്ടോ. ഈ ഇല നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. എൻ്റെ കയ്യിൽ ഉള്ളതുകൊണ്ട് ഞാൻ ഇടയാണേ. നമുക്കിതേ പുതിനയും മല്ലിയും കൂടെ ഉണ്ടേ. ഈ പുതിനയും മല്ലിയും കൂടെ ഇട്ട് കൊടുക്കാം. ഏഞ്ചലിന്റെ കൈ പുതിന ഇരുന്ന പാത്രം ഇരിപ്പുണ്ട്, അതിട്ട് തട്ടുവാണ് കാര്യമായിട്ട്. അതാണ് ഈ സൗണ്ട്. ഓക്കെ, ഇനി നമുക്കിത് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം. പിന്നീട് ഞാൻ അതിന്റെ മണ്ടയിലായിട്ട് നെയ്യും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ടേ. അത് ഞാൻ ആഡ് ചെയ്യാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നേ. പിന്നീടാണ് ഞാൻ ഓർത്തയ്യോ നെയ്യ് ആഡ് ചെയ്തില്ലല്ലോ എന്ന്. അങ്ങനെ തന്നെ ഓടിപ്പോയി ഞാനങ്ങ് നെയ്യങ്ങ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നെയ്യ് ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അടച്ചു വെച്ച പോലെ തന്നെ അങ്ങ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഒരു 15 മിനിറ്റോളം ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഫ്ലെയിം ഓഫ് ചെയ്തത്. ഇതൊന്ന് വെയിറ്റ് മേളിലോട്ട് കിട്ടാൻ വേണ്ടി, താഴോട്ടൊന്ന് പ്രസ്സായി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇത് നമുക്കെടുത്ത് മാറ്റാം. ഇത് ഏകദേശം ചൂടായി തന്നെ ഇരിക്കാം. നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. മണം വരുന്ന തുടങ്ങിയപ്പോഴാണ് ഞാൻ ഇതൊന്ന് ഓഫ് ചെയ്തത്. നമുക്കിത് ടൈറ്റായിട്ട് ഇരിക്കുകയായിരിക്കും. ഒന്ന് ഇളക്കി വയ്ക്കാം. ചൂടായിരിക്കും. ഒന്ന് തുറന്ന് നോക്കാം. നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് അടച്ച് തന്നെ വെക്കാം. ഒരു 10-15 മിനിറ്റ് വീണ്ടും ഒന്ന് ഇരിക്കട്ടെ. ഇതായിട്ട് തന്നെ വെയിറ്റോടെ തന്നെ ഒന്ന് ഇരിക്കട്ടെ. നമുക്ക് എപ്പോഴാണോ ആവശ്യം അപ്പം നമുക്ക് ഇത് മൊത്തത്തിൽ ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഒരു 10 മിനിറ്റും കൂടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. നമുക്ക് സെർവ് ചെയ്യാൻ ടൈം ആകുമ്പോൾ ഇതെടുക്കാം. അപ്പോൾ ദേ നമ്മുടെ ബിരിയാണി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 15 മിനിറ്റോളം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്കാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. എന്നിട്ട് ഞാനത് മൊത്തത്തിൽ എടുത്ത് നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ടേ. എല്ലായിടത്തും റൈസിൻ്റെ എല്ലായിടത്തും ആ ഗ്രേവി കിട്ടുന്ന രീതിയിൽ നമ്മൾ മൊത്തത്തിൽ എടുത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ. പകുതി എടുത്ത് മിക്സ് ചെയ്യുന്നതിനേക്കാളും നല്ലത് മൊത്തത്തോടെ എടുത്ത് തന്നെ മുഴുവനായിട്ടിട്ട് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ എടുക്കുന്ന അത്രയും ഭാഗം മാത്രമേ കുറച്ചായിട്ടൊക്കെ എടുത്തേ നമ്മൾ മിക്സ് ചെയ്യാറുള്ളൂ. കൊഞ്ച് ബിരിയാണി അങ്ങനെ ചെയ്യേണ്ട, മൊത്തത്തോടെ എടുത്ത് തന്നെ ഒന്ന് മിക്സ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അതാകുമ്പോൾ ആ കൊഞ്ചിൻ്റെതായ ഒരു ടേസ്റ്റ് എല്ലായിടവും കിട്ടും, ആ ഒരു ഫ്ലേവറും എല്ലാം. പിന്നെ നമ്മൾ കൊഞ്ച് ബിരിയാണിക്ക് ഒരുപാടൊന്നും മസാലകളൊന്നും ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. അത് ആ കൊഞ്ചിൻ്റെ ടേസ്റ്റിനെ അങ്ങ് മാറ്റി എടുക്കും, വേറൊരു ടേസ്റ്റ് ആവും. ഇതാകുമ്പോൾ ഒറ്റ ടേസ്റ്റ് ഇരിക്കും. അത് കൊഞ്ച് കഴിക്കുമ്പോൾ നമുക്ക് ആ കൊഞ്ചിൻ്റെ രുചി അതിനകത്ത് കിട്ടുകയും ചെയ്യും. അങ്ങനെ ഒരു ഇതാണ് കേട്ടോ ഇതിന്. അപ്പം നമ്മൾ ചെയ്യുമ്പം, അതായത് നമ്മൾ തയ്യാറാക്കുമ്പോൾ മസാലകൾ ഒരുപാടൊന്നും ആഡ് ചെയ്യാതിരിക്കുന്നതാണ് കൊഞ്ച് ബിരിയാണിക്ക് ഏറ്റവും നല്ലത്. ഞാൻ അങ്ങനെ തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം എല്ലാവരും വീട്ടിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതാണ് കേട്ടോ നമ്മുടെ കൊഞ്ച് ബിരിയാണിയുടെ ഫൈനൽ ലുക്ക്. അപ്പം എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് വീട്ടിൽ കൊഞ്ചൊക്കെ കിട്ടുമ്പോഴത്തേക്കും ഒന്ന് ട്രൈ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ഇടാനും ആരും മറക്കണ്ട കേട്ടോ. കൂടെ സബ്സ്ക്രൈബും കൂടെ. അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.